ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ദാ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയതാണ്. കാരണം പൂരൊക്കെ ആയിരുന്നു വീട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ് കേട്ടോ. ഏട്ടന് വയ്യാത്തതുകൊണ്ട് ഏട്ടന് വരാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ പരിപാടി. വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കാണ്. അമ്മയുണ്ട്, അച്ഛമ്മയുണ്ട്. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ അച്ഛമ്മ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമായിരിക്കും ഒരു പിങ്കിഷ് ഗ്ലോ സ്കിൻ വേണം കേട്ടോ. പക്ഷെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിലും ഈ ഒരു വെതറിലും നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ സെറംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എനിക്കൊന്നും നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിച്ചില്ല. അപ്പം അങ്ങനെ നോക്കിയിരിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മമ എർത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ എസെൻസ് സെറം ഞാൻ കണ്ടത് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ തോന്നും. കാരണം ഇത് ടെക്സ്ചർ ആണെങ്കിലും ശരി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഇത്. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടും അതുപോലെ തന്നെ ഹൈഡ്രോണിക് ആസിഡും ആണ്. രണ്ടും നമ്മുടെ സ്കിന്നിന് നല്ലൊരു പിങ്കി ഗ്ലോ തരാനും അതുപോലെ തന്നെ നല്ലൊരു ഹൈഡ്രേറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ വെക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ്. ഇങ്ങനെ ഒരു ക്യൂട്ട് പാക്കേജിങ്ങിലാണ് കേട്ടോ നമ്മുടെ മമ എർത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ എസെൻസ് സെറം വരുന്നത്. നമുക്കിത് യൂസ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് നമ്മുടെ ഫേസിൽ ഇവിടെയും 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 ഓരോ ഡ്രോപ്പ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും. അതാണ് ഇതിന്റെ മെയിൻ കാര്യം. പിന്നെ അത് മാത്രമല്ല, നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ 92% ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നമുക്കൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ ഒരു ഹൈഡ്രേഷനും പിന്നെ ഒരു പിങ്കി ഗ്ലോയും ഇത് കിട്ടുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് കിട്ടും. മമാർത്തിന്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് പാരബൻ ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ ആണ്, ടോക്സിൻ ഫ്രീ ആണ്. അതുകൊണ്ട് നമുക്ക് ഡെയിലി ലൈഫിൽ 100% സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ആണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മമ എർത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്ര ഫേസ് വാഷ് കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ ഓരോ തവണ മമ എർത്തിന്റെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ഒരു പ്ലാൻ വെച്ചിട്ട് നടും. 2025 ആകുമ്പോഴേക്കും 1 മില്യൺ പ്ലാൻസ് എത്താനാണ് അവരുടെ എയിം. അത് മാത്രമല്ല, മമ എർത്തിന്റെ പ്രൊഡക്ട്സ് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ നിയറസ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. നിങ്ങൾ ഈ പ്രോഡക്റ്റ് മമ എർത്തിന്റെ വെബ്സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടാനായിട്ട് KADAN2024 എന്ന് പറഞ്ഞ കോഡും യൂസ് ചെയ്യാം. പിന്നെ അച്യുത ഇവിടെ അമ്മയുടെ കൂടെ ചപ്പാത്തി പരത്തണം എന്ന് പറഞ്ഞ് ഞാൻ വോയിസ് ഓവർ എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ പിന്നെ ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം അച്യുത അമ്മയുടെ കൂടെ ഇരുന്നിട്ട് നല്ലോണം ചപ്പാത്തി പരത്താനുണ്ട്. ആകെ കോളാക്കി വെക്കുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ. അമ്മയ്ക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കി വെക്കലാണ് അവരുടെ പണി. പക്ഷെ എന്നാലും കൊച്ചുമക്കൾ വീട്ടിൽ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പം അമ്മ അവളെ എത്തിയിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം രാവിലത്തെ ഭക്ഷണം കഴിക്കാറായിട്ട് നൈറ്റോട് കൂടിയിട്ടാണ് എല്ലാവരും എത്തത്തുള്ളൂ. രാത്രിയാണ് ഞങ്ങളുടെ പൂരം. രാത്രി 10 മണി തൊട്ട് പൂരം തുടങ്ങാനായിട്ട് പുലർച്ചെ വരെ. അതുകൊണ്ട് ഇപ്പോൾ പിള്ളേർക്ക് പരീക്ഷ ആയതുകൊണ്ടും രാവിലെ ഒരൊറ്റെണ്ണം എത്തിയിട്ടില്ല. അപ്പോൾ അച്ഛയുടെ അച്ഛമ്മയല്ല കേട്ടോ, സോറി, അമ്മാമ്മയുടെ കൂടെ ഇരുന്ന് നല്ല കളിയിലാണ്. കളിയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവള് വലിയ ആളെന്നുള്ള രീതിക്കാണ് അവൾ ഓരോന്ന് പരത്തുന്നത്. പിന്നെ അവൾ ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണെന്നൊക്കെ. പക്ഷെ വോയിസ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് എനിക്കിപ്പോൾ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത് കേട്ടോ. അപ്പം അമ്മ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛമ്മയാണെങ്കിൽ അവിടെ ചായ വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അവൾക്ക് കളിക്കാൻ കൊടുത്തിട്ടായി ഗ്രീൻ പീസ് കറിയാണ് വെച്ചേക്കുന്നത്. പിന്നെ അത് അച്യുത അവിടെ കളിക്കുകയാണ് കേട്ടോ. ജനാലയുടെ മുകളിൽ പിടിച്ചു കയറിയിട്ടുള്ള കളിയാണ് അവളുടെ മെയിൻ കളി എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ അറ്റം വരെ അവൾ കയറിപ്പോവും. ഒരുമാതിരി കുസൃതികളെ തന്നെ കാണിച്ചു കൂട്ടുകയാണ്. പിള്ളേരില്ലാത്തതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് കിടന്ന് കാണിച്ചു കൂട്ടുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഓരോന്നിങ്ങനെ കളിച്ചു കൂട്ടാണ്. അവിടെയാണെങ്കിൽ എൻ്റെ ചേട്ടൻ കിടക്കുന്നുണ്ട്. തലേദിവസം പെരുവനം പൂരമായിരുന്നു. അത് കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണത്തിൽ അവൻ അവിടെ കിടക്കുന്നുണ്ട്. അവൻ്റെ മേളിൽ പോയിട്ട് കുറേ കുസ്തി മറിയലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഉച്ചയായപ്പോൾ ഞാൻ എന്താ ഒന്ന് പുറത്തേക്ക് പോയിട്ട് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ ദിവസമായി ഞാൻ ത്രെഡ് ചെയ്തിട്ട്. അപ്പോൾ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്കാണ് പോയത്. ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ ഇതാ പോണത് ഞാനും അച്ഛമ്മയും അച്ഛനും കൂടിയിട്ടാണ്. ഓരോ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പം അച്ഛമ്മ ഞാൻ എവിടെ പോയാലും, അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ അച്ഛമ്മ ഉണ്ടാവും. അപ്പം ഞങ്ങൾ പോവുകയാണ്. പിന്നെ അതായിട്ട് ഒരു 4 മണിയായപ്പോൾ ഇതെൻ്റെ ചേട്ടൻ്റെ കൂടെ എടുത്തത്. അതാ ഇവിടെയാണ് നമുക്ക് പൂരം നടക്കണം കേട്ടോ. ഇവിടെ ആനയോട്ടം നടക്കും. രാത്രി പൂരം നടക്കും. പിറ്റേ ദിവസം രാവിലെ ആനയോട്ടം നടക്കും. അപ്പോൾ കച്ചവടക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മുടെ ഫിഷ് ടാങ്കിൽ അച്ചു ജനിച്ചപ്പോൾ ഫിഷ് ടാങ്കിൽ മീൻ വാങ്ങിയതാണ്ടോ. അപ്പോൾ ഏകദേശം 4 വർഷത്തോളമായി ആ മീനുകളൊക്കെ. അപ്പോൾ അത് ഇപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ചത്ത് തുടങ്ങി. അപ്പോൾ അതിനൊക്കെ മാറ്റി നമ്മളിപ്പോൾ പുതിയ മീനുകൾ ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകാന്ന് വേണ്ടി വാങ്ങാൻ വേണ്ടി പോവാണ്. നിറയെ കച്ചവടക്കാരാണ്. ഇതാണ് പൂരം നടക്കുന്ന അമ്പലം എന്ന് പറയുന്നത്, പിടിക്കപ്പുറമ്പ് അമ്പലം. ഇവിടെയൊക്കെ നിറയെ കച്ചവടക്കാർ. പിന്നെ രാത്രി പൂരത്തിന് വേണ്ടി മാല ഇടുന്നതിൻ്റെ ഒക്കെ തിരക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം ഞങ്ങൾ ചാത്തകുളത്തേക്കാണ് കേട്ടോ മീൻ വാങ്ങാൻ പോകുന്നത്.
ഞാനും അവനും അച്ചും കൂടിയിട്ടാണ് മീൻ വാങ്ങാൻ പോണത്. അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. അവിടെ ഒരു ആനയുണ്ട്. പിന്നെ എന്താ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഒരു കൊച്ചു കൊച്ചു ഗ്രാമമാണ്. എന്ന് വെച്ചാൽ എൻ്റെ അവിടുന്ന് പോകുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു വൈബാണ്. കാരണം ഇവിടെ എന്ന് പറയുന്നത് ഏട്ടൻ്റെ വീട് എന്ന് പറഞ്ഞൊരു സിറ്റി ആയതുകൊണ്ട് അവിടേക്ക് പോകുമ്പോൾ പച്ചപ്പും അതൊക്കെ ഭയങ്കര ഒരു ഇതാണ്, സൂപ്പറാണ്. പിന്നെ അതാ ഞങ്ങൾ മീൻ വാങ്ങുന്ന സ്ഥലത്തെത്തിയിട്ട് അപ്പം നമ്മളിങ്ങനെ ഓരോ മീനുകളിങ്ങനെ നോക്കിക്കൊണ്ട് അച്ഛൻ്റെ സന്തോഷം കണ്ടു മീൻ കാണുമ്പോൾ. ഒരു പ്രത്യേക സന്തോഷം അവൾക്ക്. ഒത്തിരി മീനുണ്ട് കേട്ടോ അവിടെ. അവർ സ്ഥിരം വാങ്ങുന്ന സ്ഥലമാണ്. എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അവർ സ്ഥിരം മീൻ വാങ്ങുന്ന സ്ഥലമാണ്. അവരിപ്പോൾ പുതിയൊരു ഷെഡ് കെട്ടിയിട്ട് ഇവിടേക്ക് കുറേ മീനുകളാക്കിയിട്ടുണ്ട്, ചെറിയ ചെറിയ മീനുകൾ. അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഏതെടുക്കണമെന്ന്. നമുക്ക് ഈ മീനെ പറ്റി വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ ആ മീനിൻ്റെ ഭംഗി മാത്രം ആസ്വദിച്ചിരിക്കത്തുള്ളൂ. ഏതാണ് നല്ല മീനൊക്കെ അവന് കറക്റ്റായിട്ട് അറിയാം. അപ്പം അത് നോക്കിയിട്ട് അവനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അച്ചൂട്ടിൻ്റെ സന്തോഷമാണ് പറയാൻ പറ്റാതെ. അച്ചൂട്ടി ആ മീനുകളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എൻ്റെ അറിവിൽ അവളും ഫസ്റ്റ് ടൈമാണ് ഇത്രയും മീനുകളെ ഒന്നിച്ച് കാണുന്നത്. പിന്നെ അതാണ് നമ്മൾ വാങ്ങിയ മീനുകളൊക്കെ ആ ചേട്ടൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ, ഏതൊക്കെ മീനാണ് നമ്മൾ വാങ്ങിയത്. നമ്മൾ ഏകദേശം ഒരു 10 മീന് കുഞ്ഞേത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടിയിട്ട് ഏകദേശം ഒരു 400 അറൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഫിഷ് ടാങ്കിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഇത് കണ്ടു നിങ്ങൾ, ഫിഷ് ടാങ്കിൽ കൊണ്ടിട്ടു. ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക് കിട്ടുക. അതവൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഹോളിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അച്ചു അതിൽ ഏത് മീനാണ് ഭംഗി, ഏത് മീനാണ് അവൾക്ക് വേണ്ടത്, ഇപ്പോൾ പാലക്കാട് പോകുമ്പോൾ അതിൽ നിന്നൊരു മീൻ കൊണ്ടുപോകുന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഈ പിങ്ക് മീൻ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ആൻറ്റിമാരൊക്കെ വന്നിട്ട് വെച്ചാൽ അമ്മയുടെ പെങ്ങന്മാർ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ അനിയന്മാരെ കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് രാത്രി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ 10ാം ക്ലാസ് ആണ് അതതും. അപ്പോൾ അവൻ ഉറക്കം തൂങ്ങി നിൽക്കുകയാണ്, കാരണം അവന് നാളെ എക്സാം ഉണ്ട്. പിന്നെ അവിടെ അച്ഛൻ ഇരിക്കുന്നുണ്ട്. പൂരത്തിന് പോകണം എന്നുകൊണ്ട് അച്ഛൻ വാശി പിടിച്ചിട്ടുണ്ട്. ഇതാണ്